ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം പ്രത്യേകത നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കുടനെ തന്നെ ഈ ഒരു വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക ലഹരി വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ഡ്രഗ് ഡേ എന്നാണ്. നമ്മുടെ ഇൻട്രോയിൽ തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. ലോക ലഹരി വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ഡ്രഗ് ഡേ ജൂൺ 26-ാം തീയതിയാണ്. നമ്മുടെ ഓരോ ചോദ്യത്തിന് ശേഷവും ഒരു 10 സെക്കൻഡ് ടൈമർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതൊരു ലൈവ് ക്വിസ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ചോദ്യം പറയുകയും നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്യുന്നത് പോലെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2025 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? അതായത് 2025 ആൻറ്റി ഡ്രഗ് ഡേയുടെ തീം എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 2025 ആൻറ്റി ഡ്രഗ് ഡേ അഥവാ ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ബ്രേക്കിംഗ് ദ ചെയിൻസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിക്കവറി ഫോർ ഓൾ എന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്രസഭ ഏതു വർഷം മുതലാണ് ജൂൺ 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഡിസംബർ 7-നാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഓർത്തുവെക്കുക, 1987 ഡിസംബർ 7-ാം തീയതി. ഏതൊരു സ്പെഷ്യൽ ഡേ ആയാലും, അതിപ്പോൾ എൻവിറോൺമെൻറ്റ് ഡേയോ റീഡിംഗ് ഡേയോ അല്ലെങ്കിൽ ആൻറ്റി ഡ്രഗ് ഡേ ആയാലോ, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ 3 കാര്യങ്ങളാണ്. എന്നാണ് ആ ദിവസം? അതായത് ഇവിടെ ആൻറ്റി ഡ്രഗ് ഡേ ജൂൺ 26-ാം തീയതിയാണ്. 2025 ആ ദിവസത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്താണ്? അതുകൂടി പഠിക്കുക. കൂടാതെ ആ ദിവസം അതായി ആചരിക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? ഇവിടെ ഉദാഹരണത്തിന് ആൻറ്റി ഡ്രഗ് ഡേ ജൂൺ 26-ാം തീയതി മുതൽ ആചരിക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് സ്പെഷ്യൽ ഡേ ആയാലും ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിവ. നാലാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. നമ്മൾ ആൻറ്റി ഡ്രഗ് ഡേയെ പറ്റി പറഞ്ഞു, ലോക ലഹരി വിരുദ്ധ ദിനത്തെപ്പറ്റി നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ലോക പുകയില വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ടൊബാക്കോ ഡേ എന്നാണ്. ലോക പുകയില വിരുദ്ധ ദിനം അഥവാ ആൻറ്റി ടൊബാക്കോ ഡേ മെയ് 31-നാണ്. അപ്പോൾ 2 ദിവസത്തെ പറ്റി പറഞ്ഞു. ആൻറ്റി ഡ്രഗ് ഡേ ജൂൺ 26-ാം തീയതി, ആൻറ്റി ടൊബാക്കോ ഡേ മെയ് 31-ാം തീയതി. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വീഡിയോയിലെ 5-ാമത്തെ ചോദ്യം: 2025 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ 2025 തീം എന്താണ്? 2025 ആൻറ്റി ടൊബാക്കോ ഡേയുടെ തീം അഥവാ പ്രമേയമാണ് അൺമാസ്കിംഗ് ദ അപ്പീൽ, എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രൊഡക്റ്റ്. എങ്ങനെയാണ്? ആൻറ്റി ടൊബാക്കോ ഡേ മെയ് 31-ാം തീയതിയാണ്. അപ്പോൾ 2025 ആൻറ്റി ടൊബാക്കോ ഡേയുടെ തീം ആണ് ചോദിച്ചിരിക്കുന്നത്. അൺമാസ്കിംഗ് ദ അപ്പീൽ, എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രോഡക്ട്സ്.
ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏതാണ്? വിമുക്തി എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതായത് ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് വിമുക്തി. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിമുക്തി. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചൈന. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? അതായത് രൂപീകരണം മുതൽ മദ്യനിരോധനം ഉള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത്? ഉത്തരം ഗുജറാത്താണ്. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗുജറാത്ത്. വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മദ്യത്തിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ആർട്ടിക്കിൾ 47. അതായത് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ 47. വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ക്വിസ് ആൻഡ് ഫാക്സ് എന്ന യൂട്യൂബ് ചാനലല്ല. ആ ചാനലിന് ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ ചാനലാണിത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിരുദ്ധ നഗരം ഏതാണ്? അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരമാണ് ചണ്ഡീഗഡ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിമുക്തി പദ്ധതിയെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? വിമുക്തി പദ്ധതി എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് വിമുക്തി. ആ വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. 12ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും? അഥവാ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്നത് ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ്? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ അഥവാ ഒത്തൊരുമയും അച്ചടക്കവും എന്നത് NCC എന്ന് പറയുന്ന സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ്. NCCയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നാഷണൽ കേഡറ്റ് കോർ എന്നാണ് NCCയുടെ ഫുൾ ഫോം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും NCCയിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് നോക്കാം എത്ര പേരാണ് NCCയിലുള്ളതെന്ന്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം ഏത്? ലോകത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. അതിൻ്റെ ഉത്തരം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചണ്ഡീഗഡ് ആയിരുന്നു അതിൻ്റെ ഉത്തരം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഭൂട്ടാനാണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മദ്യ ദുരന്തം നടന്നത് എവിടെയാണ്?
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ മദ്യദുരന്തം, അതായത് ഈ മദ്യദുരന്തം, കേരളത്തിലെ മദ്യദുരന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് ആൻറ്റി ഡ്രഗ് ഡേയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മദ്യദുരന്തം നടന്നത് പുനലൂരിൽ വെച്ചാണ്. 1981 ഈ ഒരു മദ്യദുരന്തം നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക. കേരളത്തിലെ ആദ്യത്തെ മദ്യദുരന്തം പുനലൂർ മദ്യദുരന്തമാണ്, നടന്നത് 1981. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, അതായത് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോ സ്മോക്കിംഗ് ഡേ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. നോ സ്മോക്കിംഗ് ഡേ എന്നാണ്. നോ സ്മോക്കിംഗ് ഡേ മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ചയാണ്, അതായത് സെക്കൻഡ് വെനസ്ഡേ ഓഫ് മാർച്ച്. അന്നാണ് നോ സ്മോക്കിംഗ് ഡേ. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. വൈപ്പിൻ മദ്യദുരന്തം നടന്ന വർഷം ഏതാണ്? അതായത് പുനലൂർ മദ്യദുരന്തം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മദ്യദുരന്തമാണ് വൈപ്പിൻ മദ്യദുരന്തം. അത് നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്, പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പേര് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആൻറ്റി ഡ്രഗ് ഡേയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയ 15 ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ ആൻറ്റി ഡ്രഗ് ഡേയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.